പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം. ഈ ഒരാൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്, അതിൽ ഒളിച്ചും പാത്തും പറയുന്നതല്ല, നിയമസഭയിൽ ഇതേ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഇത് 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്നൊരു സാധനമാണ്. ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് ശബരിമലയിലേക്ക് പോകുന്നു. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുകയാണ്. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ്. നെയ്യഭിഷേകം നടത്തുന്നത്. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യനെന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ നിയമസഭയിൽ ഇതേ പ്രശ്നം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പടമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം ചെയ്യണം. കൂപ്പണുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്ന് കൊടുക്കണം. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ, വഴിപാടല്ലേ വേണ്ട, പ്രസാദമല്ലേ. അപ്പോൾ നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവരുസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് വാവരുസ്വാമിയുടെ അടുത്ത് പിന്നെ മാളികപ്പുറത്ത് പോയി വാവരുസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതിക്കണം. ബാക്കിയുള്ള